ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഡോർ മാറ്റ് നമ്മുടേതായ വേസ്റ്റ് തുണികൾ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ ഇന്നലെ ചെയ്തതാണ്. രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. രണ്ടും രണ്ട് മോഡലാണ്. അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പം ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടം പോലെ തുണി, വീട്ടിൽ ഇഷ്ടം പോലെ തുണികൾ കാണും. വേസ്റ്റായ തുണികൾ കാണും, നമ്മൾ ഇട്ട് മടുത്ത തുണികൾ കാണും. ചിലപ്പോൾ ചുരിദാർ ചീത്തയായാലും ഷോള് ചീത്തയാക്കാത്തത് കാണും. അപ്പോൾ അങ്ങനെ ഒത്തിരി തുണികൾ കാണും. നമുക്ക് ഷർട്ടായോ ഏത് വേണോ എടുക്കാം, ചുരിദാറോ നൈറ്റിയോ എല്ലാം. നൈറ്റിയൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം ലെങ്ത് കിട്ടും. അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അപ്പം നമുക്ക് ഏത് തുണി വെച്ചോണോ നമുക്ക് ജോയിൻ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇത് ഇപ്പം ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചുരിദാറാണ്. ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോയിൻ്റ് ചെയ്താലേ ഇത് അടിക്കാൻ കഴിയുള്ളൂ. ലെങ്ത് കുറവാണ് ചിലതൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണോ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡോർമാറ്റ് കുറഞ്ഞത് വാങ്ങണമെന്നുണ്ടെങ്കിൽ 30 രൂപ, 40, 50 അങ്ങനെ റേറ്റ് കൂടി പോവില്ലേ. അപ്പം നമുക്കത് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റേതായ ഒരു ഭംഗി അങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും. പിന്നെ കഴുകി യൂസ് ചെയ്യാൻ പറ്റത്തുമില്ല. കഴുകി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പം നമുക്കിത് യൂസ് ചെയ്ത് കളഞ്ഞാലും പ്രശ്നമില്ല. നമ്മുടേതായ തുണികൾ മാത്രമാണല്ലോ. അപ്പം കഴുകി ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ചീത്തയായാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ലല്ലോ, നമ്മൾ വീട്ടിലെ വേസ്റ്റ് തുണികൾ വെച്ച് ചെയ്തതല്ലേ. അപ്പം നമ്മുടേതായ തുണികളെല്ലാം നമുക്ക് കുറേ അങ്ങ് മാറി കിട്ടുകയും ചെയ്യും. വീട്ടിൽ ഇഷ്ടംപോലെ കൂടി കിടക്കത്തില്ല തുണി. അപ്പം നമുക്കിങ്ങനെയൊന്ന് ഉപയോഗമുള്ള ഒരു സാധനം ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് ഒരു ഡോർമാറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഇഷ്ടംപോലെ ചുരിദാറിൻ്റെ ഷോളുകൾ കാണും. കോട്ടൺ ആയാലും കാണും, അല്ലാത്ത ടൈപ്പിലുള്ള തുണികളായാലും എല്ലാം കാണും. അപ്പോൾ അത് വെച്ച് ചെയ്തത്. ഇത് വേറൊരു മോഡലാണ്. ഇത് വേറൊരു ദിവസം പറഞ്ഞുതരാം. ഇത് രണ്ട് ഷോൾ ഉപയോഗിച്ചില്ല. ഒരു ഷോളും ഈ മഞ്ഞ വരുന്ന ഭാഗത്ത് വേറെ ഒരു ഷോളിൻ്റെ കുറച്ച് ഭാഗവും കൂടെ ചേർന്നപ്പോൾ നമുക്കതൊരു മാറ്റായി നമുക്ക് കഴുകി യൂസ് ചെയ്യുകയും ചെയ്യാം. ഈ ഞാൻ അടിയിൽ വെച്ചേക്കുന്നത് നൈറ്റിയുടെ പീസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണം നമുക്കത് ചെയ്തെടുക്കാം. നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് പിന്നെ ഞാൻ നമ്മുടെ പില്ലോ കവറുണ്ടല്ലോ, പില്ലോ കവറിൻ്റെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതേ റെക്റ്റാങ്കിൾ കിട്ടുകയും ചെയ്യും. നമുക്ക് കട്ട് ചെയ്ത് എടുക്കുകയും വേണ്ട. അങ്ങനെ രണ്ടെണ്ണം എടുക്കണം. രണ്ടെണ്ണം ആകുമ്പോൾ നാല് കട്ട് പീസ് കിട്ടുമല്ലോ. ഒരു പില്ലോ കവറാകുമ്പോൾ 2 എണ്ണം അല്ലേ. അപ്പോൾ അത് 4ഉം കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ച് 4 സൈഡ് ഇതുപോലെ 4 സൈഡും അടിച്ച് ഒന്നാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള കട്ട് പീസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കട്ട് പീസ് ഇതുപോലെയുള്ള കട്ട് പീസ് ഇതുപോലെ അളവൊന്നും വേണ്ട. ഈ ഒരു വീതിക്ക് നമുക്ക് രണ്ടായിട്ട് മടക്കിയെടുത്താണ് ഇതിൽ അടിക്കേണ്ടത്. അപ്പം അതിന് കണക്കാക്കിയുള്ള വീതിക്ക് എടുത്താൽ മതി. തുണി ഫാൻ കിടക്കുന്ന കാരണം മറിഞ്ഞു പോകുന്ന, ഫാൻ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ഇത്രയും കട്ട് പീസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ചെയ്യാനായിട്ട്. ഇത് എൻ്റെ മോളുടെ ഒരു ചുരിദാറാണ്. അനാർക്കലി പോലെ കിടക്കുന്ന ഒരു ചുരിദാറായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ കുറച്ചൊക്കെ അത് ലെങ്ത് ഉണ്ട്, ജോയിൻ്റ് ഉണ്ടെങ്കിലും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ല വശം നമുക്ക് കാണത്തക്ക വിധത്തിൽ ഇതുപോലെ ഇങ്ങനെ ഒരു കയ്യിൽ മൊബൈൽ ഇരിക്കുകയാണ്. അതാണ് ആ ഒരു ഇതിൽ ചെയ്യാൻ കഴിയാത്തത്. ഇതുപോലെ ഇതുപോലെ മടക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ നാല് പില്ലോ കവറും കൂടെ ജോയിൻറ്റ് ചെയ്തല്ലോ, ആ ജോയിൻറ്റ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ വയ്ക്കുക. ഈ ഓപ്പൺ അല്ലാത്ത ഭാഗം, ഈ ഓപ്പണായ ഭാഗം ഈ സൈഡും ഇങ്ങനെ വയ്ക്കുക. ഈ ഓപ്പൺ അല്ലാത്ത ഭാഗമാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പം അരികിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ അടിക്കുക. നമ്മൾ 4 ജോയിൻറ്റ് ചെയ്തല്ലോ പില്ലോ കവറ്, അതുപോലെ വെച്ച് ഈ അരയല്ല 1/4 ഇഞ്ച് ഭാഗത്തിന് വെച്ച് ഇങ്ങനെ വെച്ച് അടിച്ച് താഴ്ഭാഗം എൻഡ് വരെയും അതടിക്കുക. അപ്പോൾ അത് അങ്ങനെ ഇരിക്കും. അടുത്ത ഒരു പീസും കൂടെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു പീസും അതുപോലെ എടുത്ത് മടക്കി ഇങ്ങനെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഓപ്പൺ അല്ലാത്ത ഭാഗം വേണം അങ്ങോട്ട് പോകേണ്ടത്, ടൈറ്റിലേക്ക് പോകേണ്ടത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ എടുത്ത് ഇവിടെ ഇങ്ങനെ വയ്ക്കുക.
ഇത്രയും സ്പേസിൽ വെച്ച് വെക്കുക. വച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ സൈഡിലാണ്, ഈ സൈഡല്ല, ഈ സൈഡ്. അതുപോലെ അങ്ങറ്റം വരെയും അടിക്കുക. അപ്പോൾ അതാ ഇതുപോലെ ഓപ്പണായിട്ട് ഇങ്ങനെ വരും. ഇതുപോലെ അതാ ഇതുപോലെ ഇതെല്ലാം ഓപ്പണാണ് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഫുള്ളും തയ്ക്കുക. തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ബോർഡർ കൊടുക്കണമല്ലോ. ഈ ബോർഡർ സൈഡിലെ ബോർഡറും കൂടെ കൊടുത്താൽ അതിന് ഭംഗി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ അളവിനല്ല കട്ട് ചെയ്യേണ്ടത്. ഒരു 4 ഇഞ്ച് വീതിക്ക് വേണം ഈ തുണി, 4 ഇഞ്ച് വീതിക്ക്. ഇതിപ്പം 2 ഇല്ല, ഇവിടെ നിന്ന് 4 ഇഞ്ച് വീതിക്ക് ഉള്ള തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫുള്ളും ജോയിൻ്റ് ചെയ്യുക. കുറച്ച് നീളത്തിന് എല്ലാം കൂടി ജോയിൻ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അടിക്കാനായിട്ട് എളുപ്പമാവും. എന്നിട്ട് ഒരു എൻഡിൽ നമ്മൾ ഈ വെച്ച് കഴിഞ്ഞതിൻ്റെ ആ എൻഡിൽ വെച്ച് ഇങ്ങനെ വെച്ച് അടിക്കുക. ഇതുപോലെ നല്ല വശം ഈ നല്ല ഭാഗത്തിൻ്റെ വശത്തേക്ക് പോകണം, നല്ല വശം. അപ്പോൾ എന്നിട്ട് ഈ സൈഡിൽ തന്നെ വെച്ച് ഇങ്ങനെ അടിച്ചിങ്ങനെ പോയി കഴിഞ്ഞ് ഇവിടെ ഈ വളവ് വരുമല്ലോ, ഇങ്ങനെ ഈ സ്ക്വയർ ഭാഗം അല്ലാതെ ഇങ്ങനെ വളഞ്ഞെടുക്കുന്ന ഭാഗത്ത് ഇതുപോലെ കുറച്ച് ദൂരം കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ വളച്ചിങ്ങനെ കൊടുത്ത് ഇങ്ങനെ എടുത്തെടുത്ത് വരുന്ന സമയത്ത് അതത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ച് അങ്ങോട്ട് എടുത്തിട്ട് തിരിച്ചെടുക്കണം. അപ്പം ചീത്തയായ ഭാഗത്തേക്ക് വരും. എന്നിട്ട് ഇതുപോലെ ബാലൻസ് വന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് ഇപ്പുറത്ത് വരുമല്ലോ, ഇപ്പുറം വരുന്ന ഭാഗത്ത് വെച്ച് ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ നമുക്കിതാ നല്ലൊരു ബോർഡറും കൂടെ ആയപ്പോൾ നല്ല ഒരു ഡോർമാറ്റ് ആയില്ലേ. നമുക്ക് കഴുകി യൂസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് നമ്മുടേതായ പൈസ ഒന്നും പുറത്ത് പോകുന്നുമില്ല. നമുക്കത് വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ നമ്മളതങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. മറ്റേ ഈ മോഡൽ ഞാൻ പിന്നീട് ചെയ്ത് കാണിച്ചു തരാം. അതും കോട്ടൺ തുണിയിൽ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. ഇത് ഇത് ഷോളിൻ്റെതായതുകൊണ്ടാണ് ഈ ചെറിയ നൂലുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അത് കോട്ടൺ ആകുമ്പോഴത്തേക്ക്, കോട്ടണോ വേറെ ഏതെങ്കിലും മെറ്റീരിയലാണെങ്കിൽ അങ്ങനെ ആവത്തില്ല. പക്ഷേ ഇത് നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് ജോയിൻ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇത്രയും ലെങ്ത് ഉള്ളൂ എങ്കിൽ അങ്ങോട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ജോയിൻ്റ് ചെയ്ത് വെച്ചടിക്കാം, പ്രശ്നമൊന്നുമില്ലാതെ. ഇങ്ങനെ ചെയ്ത് നമുക്കെടുക്കാം. അപ്പം നമുക്ക് ഒരു തുണിയും നമുക്ക് വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ എനിക്ക് വീഡിയോ അല്ലാതെ സ്റ്റിച്ച് ചെയ്തും കാണിക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഇല്ല, അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനോ ഒന്നും. അപ്പം ഇത് ചെയ്ത് നോക്കാനായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാട്സപ്പ് നമ്പർ എൻ്റെത് ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ ഞാൻ നീറ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ ആയിട്ട് വേണമെങ്കിലും ഇട്ട് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് ഒരു തുണി നമുക്ക് വേസ്റ്റായിട്ട് കളയേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ നൈറ്റിയൊക്കെ ഇഷ്ടം പോലെ കാണും, ചുരിദാർ കാണും, നമുക്ക് ബനിയൻ ക്ലോത്തിലും ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അത് ചെയ്യുന്ന ടൈമിൽ ഞാനത് വീഡിയോ ആയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിരുന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യം തന്നെ വരികയും നിങ്ങൾക്കത് ആദ്യം തന്നെ കാണാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ, താങ്ക് യു.